അതേ 2 ദിവസത്തിന് ശേഷം ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, കാരണം മൺഡേ ആണ്, അമ്മയ്ക്ക് സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കാവുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് തിരൂരുള്ള ഗണപതി ഭവനിലേക്കാണ്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഏട്ടൻ ഇതിനെപ്പറ്റി കേൾക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഇവിടുത്തെ ദോശയെ പറ്റിയൊന്നും അധികം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലേ, കുറച്ച് ഫേമസ് ആണ്, നല്ല അടിപൊളി ദോശയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഒരു മസാല ദോശയുടെ വില വരുന്നത് 80 രൂപ എങ്ങാണ്ടാണ്. പിന്നെ ഞങ്ങളിതാ നല്ലൊരു അടിപൊളി കോഫിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചമ്മരവട്ടം പാലം എന്ന് ഞാൻ ഏട്ടനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ, കാരണം ഏട്ടൻ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിതേ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് കഥകളൊക്കെ പറഞ്ഞത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു സ്ഥലത്തും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ട് കളരിയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോകണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. നമ്മളവിടെ എത്തിയ സമയത്ത് ഒരു ഏകദേശം 10-12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ അധികം തിരക്കുണ്ടാവും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിരക്ക് കുറവായിരുന്നു കേട്ടോ കമ്പാരിറ്റീവ്ലി. അങ്ങനെ നമ്മൾ കാർ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതല്ല, ഇതിനകത്താണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമുക്കവിടെ പോകുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. പിന്നെ അമ്പലത്തിനകത്തേക്ക് നമുക്ക് ഫോണോ ക്യാമറയോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളതേ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങി. എന്താണെന്നറിയില്ല, നമ്മൾ അവിടെയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. കാരണം നമുക്ക് രാത്രി ആകുമ്പോഴാണ് നമ്മൾ എന്തായാലും വീടെത്തുക. അപ്പോൾ പതുക്കെ പോകാമെന്ന് കരുതി. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.